പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട തണ്ണിത്തോട് തൂമ്പാക്കുളത്ത് ഉരുൾപൊട്ടിയതായി സംശയം. തണ്ണിത്തോട് തേക്കുംതോട് ഭാഗങ്ങളിൽ വെള്ളം കയറി. പമ്പ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? നിലവിലെ സാഹചര്യം എന്താണ്? മഴയുടെ ശക്തിക്ക് ഒരു നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഏറെ ആശ്വാസകരമാണ് അത്. പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ കനത്ത മഴയാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പെയ്തിറങ്ങിയത്. വനത്തിനുള്ളിൽ വലിയ മഴ പെയ്തത് കൊണ്ട് തന്നെ ഉൾക്കാട്ടിൽ പ്രത്യേകിച്ച് ഈ തണ്ണിത്തോട് ഭാഗത്തൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് വെള്ളം ഒലിച്ചിറങ്ങിയിരിക്കുന്നത്. തണ്ണിത്തോട് തേക്കുതോട് ഭാഗത്താണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതായിട്ട് സംശയം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്ത് വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡിലേക്കൊക്കെ തന്നെ വെള്ളം ഇറങ്ങുകയും അതോടൊപ്പം തന്നെ മണ്ണും കല്ലും ഉൾപ്പെടെ റോഡിലേക്ക് വീണ് റോഡ് ഗതാഗത അടക്കം തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. റാന്നി കോന്നി ആ മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഇന്നലെ ഒറ്റ രാത്രിയിലെ മഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്ലാറ്, കക്കട്ടാറ്, പമ്പ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നദികളിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. റാന്നിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം റാന്നി ഭാഗത്തുണ്ട്. അത്തിക്കയം, പഴവങ്ങാടി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലാണ് റാന്നിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ആളുകളുടെ വീടുകൾക്കുള്ളിലേക്ക് വരെ വെള്ളം കയറിയിരിക്കുകയാണ്. ചിറ്റാർ മേഖലയിൽ 50ഓളം വീടുകളിലേക്ക് വെള്ളം കയറിയതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തണ്ണിത്തോട് തേക്കുതോട് റോഡ് ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നതായിട്ട് സംശയം ഉണ്ടായിരിക്കുന്നത്. അവിടെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സും പോലീസും അടക്കം അവിടെ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് അവിടെ മണ്ണും കല്ലും ഒക്കെ റോഡിലേക്ക് വീണ് കിടക്കുകയാണ്. മരങ്ങളടക്കം കടപുഴകി കിടപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ചിറ്റാർ, മണിയാറ് ഭാഗത്തും വെള്ളം കയറി വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുകയാണ്. റാന്നി ചെറുകോൽപ്പുഴ റോഡിലും വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും രൂക്ഷമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് മൂലം ഗതാഗതം ഇത്തിരി പ്രയാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ രീതിയിൽ വിപുലമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ പലയിടങ്ങളിലും ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും മറ്റ് കൂടുതൽ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. 50ലധികം വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ എന്തായാലും മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തേക്കും. എന്തായാലും ഇന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി ഗോകുൽ, വ്യക്തമാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.